കോക്കനട്ട് റൈസ്, ഒരു വെറൈറ്റി റൈസ്. ഇതുണ്ടാക്കാൻ, മസാല ഉണ്ടാക്കാൻ ഞാൻ 2 ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, കുറച്ച് പയർ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ 1 കപ്പ് സോയാബീൻ ചങ്കും പിന്നെ കോക്കനട്ടും എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഞാൻ മിക്സിയിലിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. സോയാബീൻ ഒന്ന് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴഞ്ഞൊന്ന് നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പയറിട്ട് കൊടുക്കാം. പയറിന് പകരം ബീൻസാണ് അടിപൊളി. ഞാൻ പയറാൻ്റെ ഒക്കെ ഉണ്ടായത്, അത് ഞാൻ പയറിട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് വെന്ത് വന്ന് സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത് രണ്ടും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിയല്ല, ഗരം മസാല ആയിട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി മിക്സിയിൽ അടിച്ച് വെച്ച കോക്കനട്ടും കൂടി ഒന്ന് ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. അതിന് 2 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് സ്പൈസസ് ആഡ് എടുത്തിട്ടുണ്ട്. പട്ട, കറാമ്പു, ഏലക്ക, കുരുമുളകെല്ലാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് സ്പൈസസ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് 1 സ്പൂണ് ഡാൽഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡാൽഡ ഒന്ന് അലിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം, ബിരിയാണി റൈസ്. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് വേവിപ്പിക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് വന്നാൽ അതിലേക്ക് നമുക്ക് സവാളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നോക്കാം. റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യണം. കോക്കനട്ട് മസാല. റൈസിലേക്ക് കോക്കനട്ട് മസാല ആഡ് ചെയ്യാണ്. മസാല ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് റെഡിയായി. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, വെറൈറ്റി റൈസാണ്. നല്ല ടേസ്റ്റായിരുന്നു. വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്തെല്ലാം വെജിറ്റബിൾസ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി റൈസാണ് ഈ കോക്കനട്ട് റൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.